നമസ്കാരം. ദിവസങ്ങൾക്ക് മുൻപാണ് രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ നോൺ എ സിയിൽ നിന്ന് എ സിയിലേക്ക് മോഡിഫൈ ചെയ്ത പ്രൈവറ്റ് ബസ് തീഗോളമായി മാറി 20 പേർ വെന്തു മരിച്ചത്. യാത്രക്കാർക്ക് പുറത്തു കടക്കാൻ കഴിയുന്നതിന് മുൻപ് ബസ് തീഗോളമാവുകയായിരുന്നു. കടുത്ത ചൂടും ആളിപ്പടരുന്ന തീയും മൂലം രക്ഷാപ്രവർത്തനവും ദുഷ്കരമായിരുന്നു. ഇപ്പോഴിതാ സമാനമായ മറ്റൊരു അപകടത്തിൽ 32 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. ബംഗളൂരു ഹൈദരാബാദ് ദേശീയപാതയിൽ ബസ്സിന് തീപിടിച്ചാണ് അപകടം. കുർണൂൽ ജില്ലയിലെ ചിന്നാതെക്കൂരു ഗ്രാമത്തിലാണ് അത്യാഹിതം സംഭവിച്ചത്. ഒരു ബൈക്കുമായി കൂട്ടിയിടിച്ചാണ് ബസ്സിൽ തീപിടിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരം. ബസ് അപകടങ്ങളിൽ വർഷാവർഷം നിരവധി പേരുടെ ജീവനുകളാണ് പൊലിയുന്നത്. നമ്മുടെ നാടിനെയും കണ്ണീരിലാഴ്ത്തിയ നിരവധി ബസ് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ നടുക്കിയ ബസ് അപകടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 2020 ഫെബ്രുവരി മാസം 20-ാം തീയതി കേരളം ഉണർന്നത് കോയമ്പത്തൂരിന് സമീപം അവിനാശിയിൽ നടന്ന ബസ് അപകടത്തിന്റെ വാർത്ത കേട്ടുകൊണ്ടാണ്. ബംഗളൂരിൽ നിന്നും എറണാകുളത്തേക്ക് വരികയായിരുന്ന KSRTCയുടെ വോൾവോ ബസും കണ്ടെയ്നർ ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചു. 19 പേർക്കാണ് ജീവൻ നഷ്ടമായത്. അന്ന് പുലർച്ചെ 3:30-ക്കായിരുന്നു അപകടമുണ്ടായത്. ബസിന്റെ 12ഓളം സീറ്റുകൾ ലോറിയുമായി ഉണ്ടായ കൂട്ടിയിടിയിൽ തകർന്ന് തരിപ്പണമായ നിലയിലായിരുന്നു. 10 പേർ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു. കേരള രജിസ്ട്രേഷനിലുള്ള കേരളത്തിൽ നിന്ന് തന്നെ ടൈൽസുമായി പോയ ലോറിയാണ് ബസ്സിലിടിച്ചത്. മരിച്ചതിലേറെയും മലയാളികളാണ്. ലോറിയുടെ ടയർ പൊട്ടിയതാണെന്നും അതല്ല ഡ്രൈവർ ഉറങ്ങിപ്പോയതാണെന്നും നിഗമനങ്ങളുണ്ടായിരുന്നു. അതിദാരുണമായ ബസ് അപകടത്തിന്റെ ഉദാഹരണങ്ങളിൽ മലയാളികൾ എന്നും ഓർക്കുന്ന ഒന്ന് 2001 മാർച്ച് 1-ന് പൂക്കിപ്പറമ്പിന് സമീപം നടന്ന അത്യാഹിതമാണ്. യാത്രക്കാരെ കുത്തി നിറച്ച് അമിത വേഗതയിൽ പാഞ്ഞ സ്വകാര്യ ബസിന് നിയന്ത്രണം തെറ്റുന്നു. മുന്നിലുണ്ടായിരുന്ന കാറുമായി കൂട്ടിയിടിച്ച് മറിഞ്ഞ ബസിന് തീപിടിച്ച് അന്ന് വെന്തു മരിച്ചത് 41 പേരാണ്. ഗുരുവായൂരിൽ നിന്നും തലശ്ശേരിയിലേക്ക് പോയ പ്രണവം എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മരിച്ചവരിൽ 15 പേരെ മാത്രം തിരിച്ചറിഞ്ഞ അപകടത്തിൽ സീറ്റിലിരുന്നവർ അതേ നിലയിൽ വെന്തുപോയെന്നാണ് പല റിപ്പോർട്ടുകളിലും പറയുന്നത്. ഇതിന് സമാനമായ ഒരു അപകടമാണ് 1998 ഒക്ടോബർ 22-ന് സംഭവിച്ചത്. രാവിലെ 11:30-ഓടെ പാലായിൽ നിന്ന് തൊടുപുഴയിലേക്ക് പോയ ബസ് മറിഞ്ഞ് തീപിടിച്ച് 15 സ്ത്രീകളും 2 കുട്ടികളുമാണ് വെന്തു മരിച്ചത്. ഐക്കൊമ്പൻ നോർത്തിലാണ് അപകടം നടന്നത്. 2001 ജൂലൈ 29-ന് ബംഗളൂരു മൈസൂർ ദേശീയപാതയിൽ KSRTC ബസും ലോറിയും കൂട്ടിയിടിച്ച് മരിച്ചത് 11 പേരാണ്. പുലർച്ചെ 12:30-നായിരുന്നു അപകടം. ബംഗളൂരിൽ നിന്നും വടകരയിലേക്ക് പോയ ബസ് ബംഗളൂരിലേക്ക് പോയ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. 2018 ഓഗസ്റ്റ് 13-ന് കൊല്ലം കൊട്ടിയത്തും ഇതിന് സമാനമായ അപകടമുണ്ടായി. KSRTC ബസും ലോറിയും ഇത്തിക്കര പാളത്തിൽ വെച്ച് കൂട്ടിയിടിച്ച് 3 പേരാണ് മരിച്ചത്. 24 പേർക്ക് പരിക്കേറ്റു. മാനന്തവാടിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ KSRTC ബസും തിരുവനന്തപുരത്തേക്ക് നിന്നും കോയമ്പത്തൂരിലേക്ക് വരികയായിരുന്ന ചരക്ക് ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. KSRTC സൂപ്പർ ഫാസ്റ്റ് ബസും കയർ ഉൽപ്പന്നങ്ങൾ കയറ്റി വന്ന ലോറിയും കൂട്ടിയിടിച്ച് തീപിടിച്ച് ആലപ്പുഴയിൽ ഉണ്ടായ അപകടത്തിൽ വെന്തു മരിച്ചത് 40ഓളം യാത്രക്കാരാണ്. എഴുപുന്ന പഞ്ചായത്തിലെ ചമ്മനാട് നടന്ന ആ അപകടത്തിൽപ്പെട്ടത് കൊല്ലത്ത് നിന്നും വന്ന ലോറിയും ആറ്റിങ്ങലിലേക്ക് പോയ ബസ്സുമാണ്. 1994 ഫെബ്രുവരി 6-നായിരുന്നു ഈ സംഭവം. 2013-ൽ ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തെ തുടർന്ന് നാട്ടുകാർ സ്വകാര്യ ബസ് തീവച്ച സംഭവം ഉണ്ടായി. ബന്ധുക്കളായ 8 പേരാണ് അപകടത്തിൽ മരിച്ചത്. കോഴിക്കോട് നിന്നും തിരൂരിലേക്ക് പോയ ബസ് മലപ്പുറം താനൂരിൽ ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. പൂർണ്ണമായും തകർന്ന ഓട്ടോയിൽ നിന്നും ആളുകളെ പുറത്തെടുക്കാൻ വൈകിയതോടെയാണ് നാട്ടുകാർ ബസിനെ തീവച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് വിനോദയാത്രയ്ക്കെത്തിയ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ ബസ് ഇടുക്കി രാജാക്കാട്ടിനടുത്ത് 80 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ് 8 പേരാണ് അന്ന് മരിച്ചത്. 2013 മാർച്ച് 25-ന് നടന്ന അപകടത്തിൽ പെട്ടത് വെള്ളനാട് സാരാഭായ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗിലെ BTech അവസാന വർഷ വിദ്യാർത്ഥികളായിരുന്നു. കോട്ടയത്തിന് സമീപം താഴത്തങ്ങാടിയിൽ ബസ് മീനച്ചലാറ്റിലേക്ക് മറിഞ്ഞ് 10 പേരാണ് മരിച്ചത്. 2010 മാർച്ച് 23-നായിരുന്നു ഈ സംഭവം.